സെറ്റിങ് കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടേക്കാണ്. ഗൈസ്, വെൽക്കം ബാക്ക് ടു കാർ ഗാരേജ്. കാർ ഗാരേജ് ഇന്ന് വന്നിരിക്കുന്നത് നമ്മളുടെ ഗാരേജിലെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് പറയാനായിട്ടാണ്. നമ്മൾ ഈ ഒരു വണ്ടി കസ്റ്റമറുടെ വണ്ടിയാണ്. നമ്മൾ ശനിയാഴ്ച, ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ്, അപ്പോൾ ഇന്നലെ വന്ന വണ്ടിയാണ്. അവിടെ ഇടാൻ സൗകര്യക്കുറവായതുകൊണ്ട് നമ്മൾ വീട്ടിൽ കൊണ്ടിട്ടതായിരുന്നു. തിരിച്ചത് ഗാരേജിൽ ഇട്ടിട്ട് നമ്മുടെ അടുത്ത് പോകണം. അപ്പോൾ എന്തായാലും ഗാരേജിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യുകയാണ്. ഇതിപ്പോൾ വന്ന വണ്ടിയാണ്. ഇത് ടാറ്റ മാൻസ എന്ന് പറഞ്ഞ വണ്ടിയാണ്. വൈറ്റ് കളർ വണ്ടി റെഡ് കളറിലേക്ക് മാറ്റാൻ വേണ്ടി വന്നിരിക്കുന്നതാണ്. ഇത് നല്ല മൈലേജ് കിട്ടുന്നുണ്ട്. മൈലേജ് കാണുന്നുണ്ട്, 19.6 മൈലേജ് കിട്ടുന്ന ഡീസൽ വണ്ടിയാണ്. മാളയിൽ നിന്ന് നമ്മുടെ കൊമ്പത്തടവ് പോണ റൂട്ടാണ്. ആ റൂട്ടിൽ പോകുമ്പോഴുള്ള കാഴ്ചകളാണ്. ചെമ്മീൻ കിട്ടുന്ന സംഭവം, ചെമ്മീൻ വളർത്തണ സ്ഥലമാണിത്. വേറെ മീനുകളൊക്കെ ഉണ്ടോയെന്ന് നമ്മൾക്കറിയില്ല. നമ്മളെ ഗാരേജിലേക്ക് എത്തി. നമ്മളെ ഗാരേജിൽ ഫസ്റ്റ് തന്നെ ഞാൻ കാണിക്കുന്ന വേണ്ടി നമ്മുടെ ടോമിൻ്റെ ലാൻസറാണ്. ലാൻസർ ഇത് പോളിഷിങ് എല്ലാം കഴിഞ്ഞ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പോളിഷിങ് വർക്കെല്ലാം കംപ്ലീറ്റ് ആയി. ഇപ്പോൾ വാക്സ് ഇട്ട് വെച്ചേക്കാണ്. ഇതിനിപ്പോൾ ഫുള്ളായിട്ട് ബഫ് ചെയ്ത് കളയണം. കട്ടിങ് പോളിഷിങ് പ്രോസസ്സിങ്ങിലാണ്. അത് ഞാൻ വീഡിയോ ഇടാമെന്ന് നിങ്ങളോട് പറഞ്ഞിരുന്നു. പക്ഷേ ഇതിപ്പോൾ ഇതിൻ്റെ വർക്ക് ഫുള്ളായിട്ട് കഴിഞ്ഞിട്ട് വീഡിയോ ഇടാൻ വിചാരിച്ചിട്ടാണ്. കാരണം ഇതിൻ്റെ സീറ്റ് വർക്കും കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഡാഷ്ബോർഡൊക്കെ പെയിൻറ്റിങ് ചെയ്തു. ഡാഷ്ബോർഡ് പെയിൻറ്റിങ് ചെയ്യാന്ന് പറഞ്ഞാൽ വേറെ കളറൊന്നുമല്ല, നമ്മളെങ്ങനെയാണ് ഡാഷ്ബോർഡ് ഉണ്ടായിരുന്ന കളറ് ആ സെയിം കളർ തന്നെ നമ്മൾ പെയിൻറ്റ് ചെയ്തെടുത്തു. അതുപോലെ തന്നെ നമ്മുടെ ഓരോരോ പാർട്സുകളും പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഹാൻഡിലുകൾ കാര്യങ്ങളെല്ലാം പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സീറ്റ് വർക്കും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സീറ്റ് ഉണ്ടോ, ഈ ഒരു ഡയമണ്ട് കട്ടിങ്ങൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ ഡോർ പാഡ് ചെയ്തിട്ടുണ്ട്. ഡോർ പാഡ് അകത്താണ്, അതും പെയിൻറ്റിങ് ചെയ്ത് വെച്ചേക്കാണ്. അത് ഞങ്ങൾ കാണിച്ചു തരാൻ വഴിയെ. ബാക്ക് അതേപോലെ തന്നെ ഉണ്ട്. സീറ്റെല്ലാം നല്ല സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വീഡിയോ വരുന്നതാണ്. അപ്പോൾ നമ്മൾ അടുത്ത വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാഡോഗ്രെ. അത് നമ്മുടെ 9ാമത്തെ വണ്ടിയാണ്. ഇത് 9ാമത്തെ നാഡോഗ്രെ അടിച്ച് കംപ്ലീറ്റ് ആയി. ഇതിൻ്റെ കട്ടിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുള്ളൂ. ഫുൾ പോളിഷിങ്, അതുപോലെ തന്നെ കുറച്ച് സെറ്റിങ് കാര്യങ്ങളെല്ലാം ബാക്കിയാണ്. കട്ടിങ് ചെയ്തിട്ടേക്കണ്ട വണ്ടി. ബാക്കിലെ ഡിക്കി പോളിഷ് ചെയ്തിട്ടുണ്ട്. പോളിഷ് ചെയ്ത് തന്നെ റബ്ബിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ബാക്കിയുള്ള ഭാഗങ്ങൾ അത് ഈ ഒരു സാധനം ഫിറ്റ് ചെയ്യണ കാരണം റബ്ബിങ് കംപ്ലീറ്റ് ചെയ്തിട്ട് സെറ്റ് ചെയ്തു. ബാക്കിയുള്ള ഭാഗങ്ങൾ കട്ട് ചെയ്തിട്ടേക്കാണ് കേട്ടോ. അപ്പോൾ ആ വണ്ടി ഏകദേശം കംപ്ലീറ്റ് ആയി. നമ്മൾ എല്ലാ നാഡോഗ്രായാലും ഹാൻഡിൽ സെയിം കളർ കൊടുക്കാറ്. ഇതിൽ ബ്ലാക്ക് കൊടുത്തിട്ടുണ്ട്, പക്ഷേ ഒരു ഭംഗി ആയിട്ടുണ്ട് കേട്ടോ. ഗ്ലോസി ബ്ലാക്ക് കൊടുത്തിട്ടുണ്ട്. ടോപ്പ് നമ്മളെല്ലാത്തിനും ചെയ്യണവർ തന്നെ ഗ്ലോസി ബ്ലാക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്ത വണ്ടി എന്ന് പറയുന്നത് നമ്മളുടെ സിവിക്ക്. എല്ലാവരും വീഡിയോസിൽ കമൻറ്റ് ചെയ്യാറുണ്ട് സിവിക്ക് എന്താണെന്ന് വെച്ചിട്ട്. സിവിക്കിൻ്റെ അവസ്ഥ ഇത്തിരി ഗുരുതരമാണ്. അപ്പോൾ അതിൻ്റെ പാച്ച് വർക്കും കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയുള്ള ഈ പീസൊക്കെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ അതിൻ്റെ വർക്കിംഗ് പ്രോഗ്രസ്സിലാണ്, പാച്ച് വർക്കിംഗ് പ്രോഗ്രസ്സിലാണത്. നമ്മുടെ ഈ ഒരു ഇന്നോവ ഇത് ഇപ്പോൾ ബോഡി ഷേപ്പിംഗ് കഴിഞ്ഞു. ബോഡി കുറച്ച് കംപ്ലൈൻ്റ് ആയിരുന്നൊരു വണ്ടിയാണ്. 2005 വണ്ടിയാണ്. ഇവിടെ 2005 എഴുതിയുണ്ട്. ഈ ഗ്ലാസ്സുമ്മേ ഞാൻ എല്ലാ വീഡിയോയിലും കാണിക്കാറുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഇയർ എഴുതിയിട്ടുണ്ടാവും കേട്ടോ, എല്ലാ ഗ്ലാസ്സുമ്മേ. അത് നോക്കണതാണ്. 2005 വണ്ടിയാണ്. 2005 വണ്ടി ഞാൻ ഇത് കാണിച്ചു തരാം. ഇതേപോലെ ഗ്രൈൻഡ് ചെയ്തിട്ടിട്ട് ശേഷം നമ്മൾ ഈ വണ്ടി ബോഡി ഷേപ്പിംഗ് ചെയ്തിരിക്കുന്നത്. ഫുള്ളായിട്ട് ബോഡി ഷേപ്പിംഗ് ചെയ്തു. അതായത് ബോഡി ഫുള്ളും ഗ്രൈൻഡ് ചെയ്ത് കളഞ്ഞ് ബോഡീനെ പുറത്തേക്ക് വലിച്ച് എടുത്തതിന് ശേഷം ബോഡി ഫില്ലർ ഇട്ട് ലെവൽ ചെയ്താണ്. അതാണ് ഇവിടെയൊക്കെ ബോഡി കാണുന്നുണ്ട് കേട്ടോ. അധികം ബോഡി ഫില്ലറല്ല, നോർമൽ ബോഡി ഫില്ലർ ഇട്ട് ഷേപ്പ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അങ്ങനെ എല്ലാ സൈഡും ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ട്. ഈ സൈഡൊക്കെ ഇവിടെ റണ്ണിങ് ബോർഡിൻ്റെ ഇവിടെയൊക്കെ ഹോൾസൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട് ഈ വണ്ടി. അങ്ങനത്തെ വർക്കിംഗ് പ്രോഗ്രസ്സിലാണ്. നമ്മളൊക്കെ ഒന്ന് പുറത്തേക്ക് പോകുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ ഒരു പറമ്പുണ്ട്. അപ്പോൾ പറമ്പിൽ ഈ ബോഡി ഫില്ലറും കാര്യങ്ങളൊക്കെ ഇടുന്ന വർക്കൊക്കെ നമ്മൾ ഇവിടെ ഇട്ട് ചെയ്യും. അതിനകത്ത് തണലും കാര്യങ്ങളൊക്കെ ഉണ്ട്, വലിയ കുഴപ്പമൊന്നുമില്ലാത്തതുകൊണ്ട്. ഇപ്പോൾ ഈ ഒരു വണ്ടി ഇതിൻ്റെ പാർട്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വണ്ടീൻ്റെ മനസ്സിലാവും. കാണിച്ചു തരാം. സെറ്റിങ് കഴിഞ്ഞ് കിടക്കുന്ന വണ്ടിയാണ്. അത്യാവശ്യം ബോഡി പാച്ച് ഡെൻറ്റിങ് വർക്ക് ഉണ്ടായിരുന്നൊരു വണ്ടിയാണ്.
ഇതെല്ലാം വീണടക്കം കേട്ടോ. ഒരു ഫ്രണ്ട് സെറ്റിങ് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇത് പ്രൈമർ ടച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഈ വണ്ടിയുടെ വീഡിയോയിൽ പറയുന്നുണ്ട്. ഇത് പ്രൈമർ ടച്ച് ചെയ്ത് ഇനിയിപ്പോൾ ബോഡി ഫില്ലറും കാര്യങ്ങളൊക്കെ ഇട്ട് ബോഡി ഷേപ്പിങ് ഇപ്പോൾ നാളേക്ക് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യും വണ്ടിയുടെ. നമ്മൾക്ക് ഗ്യാരേജിൻ്റെ അകത്തേക്ക് പോവാം. അകത്ത് പോകുമ്പോൾ നമ്മളൊരു ഓൾട്ടോ ഇവിടെ ടച്ചപ്പിന് വന്നിട്ടുണ്ട്. നമ്മൾക്കപ്പോൾ എന്തായാലും ഇതിൻ്റെ മാസ്കിങ് കാര്യങ്ങളൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാം. അത് പിടിച്ചോ നീ? റിമൂവ് ചെയ്തു. കളറെല്ലാം കറക്റ്റാണ് കേട്ടോ, വ്യത്യാസങ്ങളില്ല. ഈ വണ്ടിക്കൊരു കഥയുണ്ട്. ഇത് ഇടിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ രസമാണ്. ഇവർ വണ്ടി എടുത്തു, പോസ്റ്റ് മേടിച്ചു, അത് നമ്മുടെ ഫില്ലർ മേടിച്ചു. എന്നിട്ട് വീണ്ടും വണ്ടി ബാക്ക് ഇറങ്ങി വന്ന് ബ്രേക്ക് ചവിട്ടണ പകരം വീണ്ടും ആക്സിഡൻറ്റ് ചവിട്ടി വീണ്ടും പോയി ഇടിച്ചിട്ടാണ് ഈ ഒരു സൈഡ് മൊത്തത്തിൽ ഡാമേജ് ആയിരുന്നു കേട്ടോ വണ്ടിയുടെ. ഈ സൈഡ് മൊത്തം ഡെൻറ്റിങ് ചെയ്ത് ഫ്രണ്ട് ഹെഡ്ലൈറ്റൊക്കെ പോയിരുന്നു. അതെല്ലാം മാറ്റി ക്ലിയർ ചെയ്തെടുത്തു. അടുത്തൊരു ഇന്നോവ എന്ന് പറഞ്ഞ ആറ്റിറ്റ്യൂഡ് ബ്ലാക്ക് അടിച്ചാണ് ഒരു വണ്ടിയാണ്. ഇതിൻ്റെ വീഡിയോ വരുന്നതാണ്. ഇതും കംപ്ലീറ്റായി, പെയിൻറ്റിങ് കംപ്ലീറ്റായി. അതുപോലെ തന്നെ ഫ്രണ്ടിൽ സെറ്റിങ് കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടേക്കാണ്. ഇനിയിപ്പോൾ കട്ടിങ് പോളിഷും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിൻ്റെ പ്രോസസ്സിങ്ങിലാണ് കേട്ടോ വണ്ടി. അടുത്തൊരു വണ്ടി ബൂത്തിലാണ്, അത് വർക്കിംഗ് പ്രോഗ്രസ്സിലാണ്. സിൽക്കി ഗോൾഡ് അടിക്കാനായിട്ടാണ് വണ്ടി വന്നിരിക്കുന്നത്. നമ്മൾ പ്രൈമർ കോട്ട് കഴിഞ്ഞു, ബേസ് അടിച്ചു. അപ്പോൾ ചില ഇടങ്ങളിൽ കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് വീണ്ടും 2K പ്രൈമർ അടിച്ച് ക്ലിയർ ചെയ്ത് പെയിൻറ്റിങ് ചെയ്യാനായിട്ടുള്ള ലാസ്റ്റ് പ്രോസസ്സിങ് ഫിനിഷിങ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സിൽക്കി ഗോൾഡ് എന്ന് പറയുന്ന കളർ അടിക്കണം കേട്ടോ അതിൽ. പിന്നെയൊക്കെ ഹാർഡല്ലേ. നമ്മൾ ഗ്ലാസ് റിമൂവ് ചെയ്യുന്ന സമയത്ത് ബീഡിങ് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ചെയ്തിരിക്കണം കേട്ടോ. പഴയ ബീഡിങ് തന്നെ നമ്മൾ ഇട്ട് കൊടുക്കരുത്. കാരണം 1000-1500 അത്ര കണ്ടല്ലോ ഉള്ളൂ ഇതിന്. അത്രേ ഉള്ളൂ ബീഡിങ്ങിൻ്റെ റേറ്റ്. അത് കൈയോടെ തന്നെ ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. നമ്മൾ ഈ വണ്ടിയുടെ ഗ്ലാസ് എന്താ റിമൂവ് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വണ്ടിക്ക് തുരുമ്പുണ്ട്. നമ്മുടെ വെള്ളം ലീക്കേജ് വന്നിട്ടില്ല, കസ്റ്റമർ കംപ്ലയിൻറ്റ് വെള്ളം ലീക്കേജ് പറഞ്ഞിട്ടില്ല. പക്ഷെ എന്നാൽ പോലും നമ്മൾ ഉരച്ച് കഴിഞ്ഞപ്പോൾ എന്താ തുരുമ്പാണ്. അതേപോലെ ആ സൈഡിലൊക്കെ തുരുമ്പാണ്. ഇത് നമ്മൾ ഇവിടുന്ന് പെയിൻ്റ് അടിച്ച് പോയി ഒരു 2 മാസം 3 മാസം കഴിയുമ്പോഴേക്കും ലീക്ക് വീണ്ടും വരും, ലീക്ക് വരും, വെള്ളം ലീക്ക് വരും. അപ്പോൾ ആ ഒരു ഇത് നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഗ്ലാസ് റിമൂവ് ചെയ്തിട്ടാണ് ഈ വണ്ടി പെയിൻറ്റിങ് ചെയ്യണത്. അത് നമ്മൾക്ക് അറിയാൻ പറ്റും. നമ്മുടെ ആ ടോപ്പ് ബീഡിങ് അയച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും കംപ്ലയിൻ്റ് ഉണ്ടോയെന്ന്. അപ്പോൾ നമ്മൾ ടോപ്പ് ബീഡിങ് അയച്ചപ്പോൾ സിനിമയിൽ ഇത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് റിമൂവ് ചെയ്ത് ക്ലിയർ ചെയ്യുന്നു. കുറച്ച് അതിൻ്റെ ഉണ്ടായിരുന്ന പശ മൊത്തം നമ്മൾ കട്ട് ചെയ്ത് ക്ലിയർ ചെയ്തെടുത്തു. ഇതിപ്പോൾ നമ്മുടെ പേപ്പർ ഇട്ട് വരച്ച് ക്ലിയർ ചെയ്ത് പ്രൈമർ അടിച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി സെറ്റായി. അപ്പോൾ ആ ഒരു വർക്ക് നമ്മൾ ഇതിൻ്റെ കഴിഞ്ഞപ്പോൾ ഇത് നമ്മൾക്ക് വന്ന ടൈപ്പ് 2 വണ്ടിയാണ്. ടൈപ്പ് 2 തന്നെ ഫുള്ളായിട്ട് പെയിൻറ്റിങ്ങിന് വേണ്ടിയിട്ട് വന്നിരിക്കുന്ന ഒരു വണ്ടിയാണ് കേട്ടോ. നമ്മളുടെ ഗ്യാരേജിൽ പാർട്സും കാര്യങ്ങളെല്ലാം സെയിൽ ചെയ്യാനായിട്ട് എൻ്റെ ഷോപ്പിൻ്റെ വർക്ക് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒരു വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞിരുന്നു നമ്മൾ പാർട്സിൻ്റെ കാര്യങ്ങളെല്ലാം ഇപ്പോൾ നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാനോ അതുപോലെ തന്നെ എന്തെങ്കിലും അങ്ങനെ പാർട്സിൻ്റെ ആവശ്യം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിത് ഷോപ്പ് ഓപ്പൺ ചെയ്യാൻ പോകണമെന്ന് നിങ്ങളോടൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ അത് എൻ്റെ വർക്കിംഗ് പ്രോഗ്രസ്സിലാണ്. ഏകദേശം ആയിട്ട് പവർ വരെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളുടെ വീഡിയോ എല്ലാം കണ്ടു. നമ്മളിപ്പോൾ തിരിച്ചതേ വീട്ടിലേക്ക് പോകണ്ട, നമ്മൾ എത്തിയെടുത്ത് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വ്ളോഗ് ചെയ്തതാണ്. ഇവിടെ ഇങ്ങനെയുള്ള വ്ളോഗ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ്സ് ഇട്ടേക്ക് കേട്ടോ. കാരണം നമ്മളിപ്പോൾ ഒരു വണ്ടി ഫിനിഷ് ചെയ്തു, അത് ഡെലിവറി ചെയ്തു, അത്ര നമ്മൾ വീഡിയോസ് ഇപ്പോൾ ഈ ഇടയായിട്ട് ഇടണുള്ളൂ. വ്ളോഗും കാര്യങ്ങളും കുറവാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഇപ്പോൾ ഗ്യാരേജിൽ ഇപ്പോൾ നടക്കുന്ന വർക്കുകൾ നിങ്ങളെ കാണിക്കാൻ
കാണിക്കാനായിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻസ് ഇടണമെങ്കിൽ ഞാനപ്പോൾ എല്ലാ ആഴ്ചയിലും ഇങ്ങനൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിടുന്നതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങൾ. അപ്പോൾ ഗ്യാരേജിലെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞു വിചാരിക്കുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക. തുടർന്ന് നല്ല നല്ല വീഡിയോസും അല്ലെങ്കിൽ ഇനി ഉണ്ടാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ. എൻ്റെ വൈഫാട്ടാ. ഓക്കെ, ബൈ.